नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में हमने अरुण कमल की पुतली में संसार के बारे में पढ़ा। ये आंखों के पुतले में यहाँ संसार की सभी चीज़ों को हमें देख सकता है। यहाँ महाभारत के एक कथापात्र के स्थान पर यहाँ धनुर्धर अर्जुन के स्थान पर कवि अपने को प्रतिष्ठित करते हैं और लक्ष्य साधने वाला यहाँ कवि है। कवि ये पुतले में देखते समय लक्ष्य स्थान के चक्र के बीच एक मछली की पुतली है। उसके पुतली ही नहीं, यहाँ पूरी चीज़ें कवि देख रही है, पूरी आंख देख रही है। पुतली ही नहीं, पूरी आंख देख रही है। उसके अलावा मछली, खंभा, आकाश, गुरुदेव, सब धनुर्धर लोग, भीड़, उसके दुनिया, ये सब देख रहा है। ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് यहाँ अपने ज्ञानेंद्रिय आंख, कान, नाक, त्वचा, जीभ, ये काव्य संसार में सक्रिय है എന്ന് പറയുന്നത്. ഇപ്പോൾ പുത്ലിമേം സംസാറിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ കവി अपने प्रतिबिंब को यहाँ उस आंखों से देख रही है. ആ കണ്ണിൽ നിന്ന് കവിയെ തന്നെ അവിടെ കവിയുടെ എന്താ പറയുക സ്വന്തം രൂപത്തെ തന്നെയാണ് അവിടെ ആ കണ്ണിൽ കൂടി കാണുന്നത്. ലക്ഷ്യം മാത്രമല്ല, അതിന് ചുറ്റുമുള്ള എല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. യഹാ ആँख का गोला ही नहीं, ये सब कुछ देख रहा है എന്നാണ് പറയുന്നത്. ഇവിടെ अपना असलियत कवि वहाँ देखते हैं. സ്വന്തം രൂപം, ശരിയായ രൂപം എന്താണെന്നുള്ളത് കവി അവിടെ കാണാണ് ചെയ്യുന്നത്. അപ്പോൾ अपने को समझने के लिए एक अवसर मिलता है. यह सामाजिक जीवन की स्थिरता का एक मूल मंत्र है എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രപതിയുടെ ഒരു കവിതയാണ്. ബീജ് വ്യത എന്ന് പറയും. ബീജ് വ്യത എന്ന് പറഞ്ഞാൽ ബീജ് എന്ന് പറഞ്ഞാൽ വിത്താണ്, വിത്തിൻ്റെ വേദന, വിത്തിൻ്റെ ദുഃഖം, വ്യത. ज्ञानेंद्रपति ഒന്ന് നോക്കാം. आज के महत्वपूर्ण हिंदी कवियों की पंक्ति में ज्ञानेंद्रपति का अग्रिम स्थान है. ഇന്നത്തെ കാലഘട്ടത്തിൽ മഹത്വപൂർണ്ണമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദി കവികളുടെ നിരയിൽ നോക്കുകയാണെങ്കിൽ ജ്ഞാനേന്ദ്രപതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. ज्ञानेंद्रपति का जन्म जनवरी 1950 पतरगामा झारखंड में हुआ. ജാർഖണ്ഡിലെ പത്തർഗാമ എന്ന് പറയുന്ന സ്ഥലത്ത് 1950 ജനുവരിയിൽ അദ്ദേഹം ജനിച്ചു. 1950 ജനിച്ചത്. आंग हाथ बनते हुए शब्द लिखने के लिए ये कागज़ बना है. संशयात्मा और गंगा तट उनके काव्य संग्रह है. आंग हाथ बनते हुए शब्द लिखने के लिए ये कागज़ बना है. സംശയാത്മ, ഗംഗാതട്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. ज्ञानेंद्रपति की कविता विशेष अर्थ में सामाजिक सांस्कृतिक विमर्श की कविता है. ജ്ഞാനേന്ദ്രപതിയുടെ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകമായൊരർത്ഥം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിത സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിമർശനത്തിൻ്റേതായിട്ടുള്ള ഒരു കവിതയായിട്ടാണ് പറയുന്നത്. उनकी कविता हमारे समय की क्रूरता, हिंसा, शोषण, अंध उपभोक्तवाद, विश्व बाजार, विज्ञापन, पर्यावरण, सांप्रदायिकता, कला, संस्कृति आदि अनेक संदर्भों को व्यक्त करने के प्रयास में एक निजी मुहावरा विकसित करती है. ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൂരത, കൊലപാതകങ്ങൾ, ചൂഷണം, അന്ധമായിട്ടുള്ള ഉപഭോക്തൃവാദങ്ങൾ, അതുപോലെ തന്നെ വിശ്വ ബാസാർ, വിജ്ഞാപന പരസ്യം, പര്യാവരൺ, നമ്മുടെ എൻവയോൺമെൻറ്റ്, അതുപോലെ സാമ്പ്രദായികത എന്ന് പറഞ്ഞ വർഗീയത, കല, സംസ്കാരം തുടങ്ങിയ അനേക സന്ദർഭങ്ങളെ വ്യക്തമാക്കാനായിട്ട് വളരെയധികം ശ്രമിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഫ്രേസ് തന്നെ അദ്ദേഹം വികസിപ്പിച്ച് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. उनकी कविताओं में एक जनपदीय आभा है, स्थानीयता की गौरव है.
आंचलिकता की उजास है तथा जीवन और जगत को मदने भेदने वाले സമകാലീൻ മുദ്ദോം की അനിവാര്യ അനുഗൂഞ്ച് है. ഇനി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സാധാരണ കാണുന്നത് एक ജനപദീയ ആഭാഹെ, ഗ്രാമീണ സൗന്ദര്യം. അതുപോലെ തന്നെ സ്ഥാനീയതാക്ക ഗൗരവഹേ, ആ ലൊക്കാലിറ്റിയെക്കുറിച്ചുള്ള അഭിമാനം. അതുപോലെ ആഞ്ചലികതാക്ക ഉജാസ്, അത് പ്രാദേശികത, റീജിയണലിസം, പ്രാദേശികതയുടെ ഒരു വെളിച്ചം, തെളിച്ചം. അതുപോലെ ജീവൻ और जगत को मदने भेदने वाले സമകാലീൻ മുദ്ദോं की അനിവാര്യ അനുഗൂഞ്ച് ഹേ. അനുഗൂഞ്ച് എന്ന് പറഞ്ഞാൽ എക്കോ, മുഴക്കം. ജീവൻ और जगत को मदने भेदने वाले, അതായത് നമ്മുടെ ജീവിതത്തെ തന്നെ അതല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ തന്നെ മദനെ ഭേദനെ വാലെ, നശിപ്പിക്കുന്ന തരത്തിലുള്ള സമകാലീൻ മുദ്ദോം. സമകാലീൻ മുദ്ദം എന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ആയിട്ടുള്ള മുദ്ദോം കി, മുദ്ദം എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വിഷയങ്ങൾ, അതിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കമ്പനമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഴക്കമായിട്ട് ആണ് നമ്മുടെ ജ്ഞാനേന്ദ്രവതിയുടെ കവിതകൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുന്ന കാര്യങ്ങൾ ഗ്രാമീണമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ ലൊക്കാലിറ്റിയിൽ അവരുടെ അഭിമാനത്തിൻ്റേതായുള്ള കാര്യങ്ങൾ, പ്രാദേശികതയുടെയായിട്ടുള്ള തിളക്കം കാണാം. അതുപോലെ ജീവിതത്തിൻ്റെ, അതുപോലെ തന്നെ ലോകത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമകാലീനമായിട്ടുള്ള സംഭവങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു മുഴക്കമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാനായിട്ട് സാധിക്കുക. ജ്ഞാനേന്ദ്രവതി സാഡോത്തരി ഹിന്ദി കവിതയ്ക്ക് സബ്സെ ദാസ കവി ഹെ. ജ്ഞാനേന്ദ്രവതി 1960 ശേഷം വരുന്ന ഹിന്ദി കവിതകളിലെ ഏറ്റവും ഫ്രഷായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഒരു കവിയായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. കവി ആധുനിക് और ഉത്തരാധുനിക സമയಕ್ಕೆ ദൃഷ്ടാ ഹെ. നമ്മുടെ കവി ജ്ഞാനേന്ദ്രവതി മോഡേൺ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഫാസ്റ്റ് മോഡേൺ ആയിട്ടുള്ള, ഉത്തരാധുനിക എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആ കാലഘട്ടത്തിലെ, ആ പീരീഡിലെ അതിൻ്റെ എല്ലാം സാക്ഷിയായിട്ടാണ് നമ്മളെ ജ്ഞാനേന്ദ്രവതിയെ പറയുന്നത്. ദ്രഷ്ട എന്ന് പറഞ്ഞാൽ സാക്ഷി അല്ലെങ്കിൽ കാഴ്ചക്കാരൻ. उन्होंने अपनी अधुनातन कविताओं में मनुष्य को आधुनिक और उत्तराधुनिक समय की परिधि में रखकर देखा है. കവി ഇവിടെ അപ്പനി അധുനാഥൻ എന്ന് പറഞ്ഞാൽ ആജ്കൽ, ഇപ്പോഴത്തെ കവിതകളിലെ മനുഷ്യനെ വളരെ മോഡേണായിട്ടും അതുപോലെ ഫാസ്റ്റ് മോഡേണായിട്ടുള്ള പീരീഡിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാണുന്നത്. ആധുനിക എന്ന് പറഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ളത്, ഉത്തരാധുനിക എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആ ഒരു പീരീഡ്, ആ ഒരു കാലയളവ്, അതിൻ്റെ പരിധിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മനുഷ്യനെ കാണുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. उत्तराधुनिक समय में पनपी मुक्त बाजार व्यवस्था तथा उदार आर्थिक नीति ने आदमी की जीवन पद्धति ही बदल दी है. कवि പറയാണ് ഉത്തരാധുനിക സമയം, അതായത് ഫാസ്റ്റ് മോഡേൺ പീരീഡിൽ പൻപി എന്ന് പറഞ്ഞാൽ തഴച്ചു വളർന്ന മുക്ത് ബാസാർ വ്യവസ്ഥ, അതായത് ഫ്രീ മാർക്കറ്റ് സിസ്റ്റം, അതും ഉദാർ ആർത്തിക് നീതി, ഉദാരമായിട്ടുള്ള ധനപരമായിട്ടുള്ള നീതി, ധാർമ്മികത, നീതി, ഇത് ആദമിക്ക് ജീവൻ പദ്ധതി ഹി ബദലി ഹി, മനുഷ്യൻ്റെ ലൈഫ് പ്ലാനിനെ തന്നെ അത് മാറ്റിമറിച്ചു എന്ന് പറയുന്നത്. ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഫാസ്റ്റ് മോഡേൺ ആയിട്ടുള്ള പീരീഡിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രീ മാർക്കറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഉദാരമായിട്ടുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിത രീതിയെ തന്നെ, ജീവിത പദ്ധതിയെ തന്നെ, ലൈഫ് പ്ലാനിനെ തന്നെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത്. ज्ञानेन्द्रवती ने अपनी कविताओं में हमारे समय की इन सांवली सच्चाइयों का वर्णन किया है. ജ്ഞാനേന്ദ്രവതി അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഈ പീരീഡിൽ നടക്കുന്ന സാവലി സച്ചായോ, കറുത്ത സത്യങ്ങൾ, അതിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. उनकी कविता की एक और विशेषता ये है कि उन्होंने वस्तुनिष्ठता के साथ अपने समय के അനുഭവം കോ കവിതാമേ സ്ഥാൻ ദിയാ ഹേ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു വിശേഷത എന്ന് പറയുന്നതാണ് അദ്ദേഹം വളരെ വസ്തുനിഷ്ഠതയോടുകൂടി ആ കാലഘട്ടത്തിലെ ആ പീരീഡിലുണ്ടായിരുന്ന അനുഭവങ്ങൾ കവിതയിൽ കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, അതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടം പ്രസൻറ്റ്, അത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ അനുഭവങ്ങളും കവിതയിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രപതി എന്ന് പറയുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ സാഡോത്തരി ഹിന്ദി കവിത കെ സബ്സെ താസ കവി ഹെ.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങളുടെ പേര്, കവിതാ സമാഹാരങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആങ്ക് ഹാത്ത് ബൻത്തെ ഹുയെ, ശബ്ദ ലിഖ്നെ കെ ലിയെ യേ കാഗസ് ബനാ ഹെ, സംശയാത്മ, അതുപോലെ ഗംഗാ തട് കവിതാ സമാഹാരങ്ങളാണ്. ഇനി പറയുന്നുണ്ട് നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ ഇന്നത്തെ കവി പറയുന്നുണ്ട്, ഉത്തര ആധുനിക സമയക്ക് പരിധിമേ രക്കത്തേക്കാഹെ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ കവിതകളെ തന്നെ നമ്മുടെ ഫാസ്റ്റ് മോഡേൺ പീരീഡിൻ്റെ ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് കവി കാണുന്നത്. അതായത് നമ്മുടെ തന്നെ ജീവിത നിലവാരത്തിലെ ജീവിത പദ്ധതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള രചനകളാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ കവിതയിൽ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശിത സാഹിത്യ പബ്ലിഷ് ചെയ്ത സാഹിത്യങ്ങൾ ഏതാണെന്ന് നോക്കാം. ശബ്ദ ലിഖ്നെ കെ ലിയെ ഹി യേ കാഗസ് ബനാ ഹെ, ആങ്ക് ഹാത്ത് ബൻത്തെ ഹുയെ, ഗംഗാ തട് 2000, സംശയാത്മ 2004, ബിൻസാർ 2006, കവിനെ കഹ കവിത സഞ്ചയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷ് ചെയ്ത സാഹിത്യ രചനകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 3-4 രചനയുടെ പേര് പറഞ്ഞു, കാവ്യസമാഹാരത്തിൻ്റെ പേര് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശബ്ദ ലിഖ്നെ കെ ലിയെ ഹി യേ കാഗസ് ബനാ ഹെ, ആങ്ക് ഹാത്ത് ബൻത്തെ ഹുയെ, ഗംഗാ തട് 2000-ലാണത്. അതുപോലെ സംശയാത്മ 2004, ബിൻസാർ 2006. ഇത് കൂടാതെ കവിനെ കഹ എന്ന് പേരുള്ള ഒരു കവിതാ കളക്ഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി കഥേതർ ഗദ്യം, ഇനി കഥയല്ലാത്ത മറ്റ് ഗദ്യം എന്ന് പറയുന്നത് ഇവിടെ പട്തേ ഗഡ്തേ എന്നുള്ള ഗദ്യരചനയാണ്. നാടക് ഏക ചക്ര നഗരി എന്നു പേരുള്ള ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അതുപോലെ പുരസ്കാർ ഏവം സമ്മാൻ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതാ നോക്കാം. സംശയാത്മ കാവ്യ സംഗ്രഹ പർ സാഹിത്യ അക്കാദമി പുരസ്കാർ, പഹൽ സമ്മാൻ, ബനാറസി പ്രസാദ് ഭോജ്പുരി സമ്മാൻ, ശംഷേർ സമ്മാൻ. അപ്പോൾ സംശയാത്മ എന്ന പേരുള്ള രചന നമ്മൾ 2004 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ രചനയ്ക്ക് ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, പഹൽ സമ്മാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബനാറസി പ്രസാദ് ഭോജ്പുരി സമ്മാൻ, ശംഷേർ സമ്മാൻ തുടങ്ങിയ സമ്മാനങ്ങളും പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ അതുപോലെ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. നേടിയ രചന സംശയാത്മ എന്നു പേരുള്ള രചനയ്ക്കാണ്. നമ്മുടെ കവിതയുടെ പേര് ഇത് ബീജ് വ്യത എന്നുള്ളതാണ്. അതായത് ഒരു വിത്തിൻ്റെ ദുഃഖമാണ് അതിൽ പറയുന്നത്. ബീജ് വ്യതയിൽ പറയുന്നത് ഒരു വിത്തിൻ്റെ ദുഃഖം, അതാണ് അതിൽ കവി പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നവമാനവ് പ്രകൃതിക്ക അന്ധാധുന്ത് ശോഷന്മേ ലഗ്രഹേഹി എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ആളുകൾ പ്രകൃതിയെ മുച്ചൂടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പ്രദൂഷൺ, പ്രകൃതി का शोषण, उसके फलस्वरूप प्रकृति की सर्वनाश की ओर कवि यहाँ इशारा करते हैं. ഇവിടെ പ്രദൂഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലിനീകരണം, അതുപോലെ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുക. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രകൃതി തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ് അവിടെ കവി പറയുന്നത്. ഇവിടെ മാനവ് കി ലാപർവാഹി സർവനാശ് കി കാരൺ ഹോ ജാത്ത ഹെ, മനുഷ്യൻ്റെ അശ്രദ്ധ അത് എന്താണ് കാരണമാണ്? അതായത് പ്രകൃതിയെ നശിക്കാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിൻ്റെ ഒരു പങ്ക് വഹിക്കുന്നത് മനുഷ്യൻ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ पर्यावरण पर ध्यान रखने वाला सदा ध्यान रखने वाला कवि बीज व्यदा नामक रचना में अपना परंपरा समर्थित बीज और एकल बीज के प्रयोग से उत्पन्न संकट स्थिति का वर्णन किया है. അതായത് ഇവിടെ നമ്മുടെ പരിസ്ഥിതിയെ വളരെയധികം കെയർ ചെയ്യുന്ന കവി ബീജ് വ്യത എന്ന് പറയുന്ന ഈ രചനയിലെ പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന നമ്മുടെ വിത്തും അതുപോലെ തന്നെ ഒറ്റത്തവണ നമ്മൾ ഉപയോഗിക്കുന്ന ഏകൽ ബീജ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രയോഗത്തിൽ നമ്മുടെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കവിയുടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ പരമ്പര സമർത്ഥിത ബീജ് ഹമാരെ പര്യാവരൺ കോ സ്വച്ഛ് പവിത്ര ബനായ രക്തത്തെ, അതായത് നമ്മൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ പരിസ്ഥിതിയെ തന്നെ വളരെ സ്വച്ഛമായിട്ട് വളരെ പവിത്രമായിട്ട് വയ്ക്കാൻ കഴിവുണ്ടെന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന വിത്തുകൾ ഉപയോഗിച്ചിട്ട്. എന്നാൽ ആജ്കൽ സുദൂർ പശ്ചിം സേ आया एकल बीज कीटाणुनाशक और जहरीले यंत्र का उपयोग
ഗേത്തോമേ ചാലു ഹേ. പക്ഷേ ഇപ്പോൾ വളരെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒറ്റത്തവണ കൃഷി ചെയ്യുന്ന വിത്തുകൾ, അങ്ങനെയുള്ള വിത്തുകൾ, അതുപോലെ തന്നെ എന്താ പറയുക, ദുഷ്ടതയോടെ പുഷ്ടിപ്പെടുന്ന വിത്തുകൾ, അതെല്ലാം, അതുപോലെ തന്നെ കീടാണുനാശകമായിട്ട് ഉപയോഗിക്കുന്ന ലായനികൾ, അതുപോലെ തന്നെ വിഷം, യന്ത്രങ്ങൾ ഉപയോഗിക്കുക, ഇതെല്ലാം ഇപ്പം നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ പര്യാവരണം എന്ന് പറയുന്നത്, നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം പൊള്യൂട്ടഡായിട്ട് തീരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വെള്ളം നമുക്ക് കിട്ടാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ്, അതിനെക്കുറിച്ചാണ് കവി ഇവിടെ എഴുതിയിരിക്കുന്നത്. ബീജ് വ്യത. വേ ബീജ് जो बखारी में बंद, कुटलों में सहेजे, हड्डियों में जुगोए, दिनों दिन सुखते देखते थे मेघ स्वप्न, छलकती दोपहरिया में उड़ंगी देखी मूंदी आंखों से, उनींदे के अनमूंद घोंकों से निकल कर खेतों में पीली तितलियों की तरह मंडराते थे. കവി പറയാണ്, എന്താണ് ബക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും ധാന്യപ്പുര എന്ന് പറയും. ധാന്യം സംഭരിച്ചിരിക്കുന്ന സ്ഥലം ധാന്യപ്പുര എന്ന് പറയും. ഖെലിഹാൻ എന്ന് പറയും. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തെ പറയുന്നതാണ് ധാന്യപ്പുര, അല്ലെങ്കിൽ അതിൻ്റെ ഗോഡൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുട്ടലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധാന്യപാത്രത്തെയാണ് നമ്മൾ കുട്ടലോമ എന്ന് പറയുന്നത്. കുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധാന്യപാത്രമാണ്, ബടെ പാത്രമാണ്. ഹണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിട്ടീസെ ബനാഹുവ ബർത്തനാണ്, അതായത് മണ്ണുകൊണ്ടുണ്ടാക്കുന്ന വലിയ പാത്രത്തെയാണ് പറയുന്നത് ഹണ്ടി എന്ന് പറയുന്നത്. സഹേജന എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, സംരക്ഷിത്. ജുഗോയ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, ശേഖരിക്കുക. ഇപ്പോൾ പറയുന്നത് കവി കാ കഹന യഹ് ഹേ കി खेत खलिहान से संग्रहित कुटलों या बड़े पात्रों और मिट्टी के बर्तनों में सुरक्षित उस बीज को അവിടെ ഈ ധാന്യപ്പുരയിൽ അടച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ പാത്രത്തിലാക്കി സംരക്ഷിച്ചു വെച്ചിട്ടുള്ള, അതുപോലെ മൺപാത്രത്തിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഈ ബീജ്, ഈ വിത്ത് ദിനോം ദിൻ സൂക്തേ ദേക്തേത്തെ, എന്താ പറയുന്നത്, ദിവസം ചൊല്ലും തോറും അത് ഉണങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല വെയിലത്തിട്ട് വിത്തിനെ നന്നായി ഉണക്കിയിട്ടാണ് നമ്മൾ വിത്ത് എടുത്തു വയ്ക്കുക എന്ന് പറയുന്നത്. മേഘസ്വപ്ന, ഈ സ്വപ്നതുല്യ മേഘ് ദേക്തേത്തെ. ഇപ്പോൾ ഇവിടെ വലിയ വലിയ പാത്രങ്ങളിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, മണ്ണിൻ്റെ പാത്രത്തിലും മരത്തിൻ്റെ പാത്രത്തിലും ഒക്കെ ധാന്യപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ വിത്തിനെ സ്വപ്നതുല്യമായ മേഘം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? ദിനോം ദിൻ സൂക്തേ ദേക്തേത്തെ. ഈ മേഘങ്ങൾ കാണാൻ, അത് ദിവസം ചെല്ലുന്തോറും ആ വെയിലത്ത് കിടന്നത് ഉണങ്ങുന്നതായിട്ട് മേഘം അവിടെ നിന്ന് കാണുകയാണ്. ചലക്തി ദുപഹരിയാമേ, ദുപഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചവെയിൽ. ചലക്തി എന്ന് പറഞ്ഞാൽ നല്ല ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന എന്നർത്ഥം ചലക്തി. ചലക്തി ദുപഹരിയാമേ ഉടങ്കി ദേഹക്കി മൂന്തിയാങ്കോംസെ. ഉടങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്ന് വാടിയ, തളർന്ന അല്ലെങ്കിൽ വാടിയ എന്നുള്ള അർത്ഥം, ആലസ്യ എന്നുള്ള അർത്ഥം. ഉടങ്കി ദേഹക്കി മൂന്തി ആങ്കോംസെ, അടഞ്ഞ കണ്ണുകൾ. ഉനീന്തേ, ഉനീന്തേ എന്ന് പറഞ്ഞാൽ മയക്കത്തിലായ, ഉനീന്തേ എന്ന് പറഞ്ഞാൽ മയക്കത്തിലായിട്ടുള്ള, നിദ്രാലസ് എന്ന് വേണമെങ്കിൽ പറയാം. അൻമൂന്ത്, അൻമൂന്ത് എന്ന് പറഞ്ഞാൽ മൂന്ത് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക എന്നുള്ള അർത്ഥം. അൻമൂന്ത് എന്ന് പറഞ്ഞാൽ അടയ്ക്കാത്ത. ഘോക്കോംസെ, ഘോക്ക് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നുള്ള അർത്ഥം, ഗർഭപാത്രം. ഖേത്തോമേ പീലി തിത്തിലിയോക്കി തരാം. പീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ, മഞ്ഞ നിറത്തിലുള്ള. തിത്തിലി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ആണ്, മഞ്ഞ പൂമ്പാറ്റകളെ പോലെ. മണ്ടരാത്താഹേ, ചുറ്റും പറന്ന് നടക്കുക. ഭ്രമൺ കർണ, മണ്ടരാന എന്ന് പറഞ്ഞാൽ ഭ്രമൺ കർണ. ഇപ്പോൾ എന്താ പറയുന്നത്? യഹാം സ്വപ്നതുല്യ മേഘ് യഹാം ദിനോ ദിൻ സൂക്തേ യേ ബീജ് കോ ദേഖ്തേ थे. यहाँ दोपहर की चलकती धूप में आलस्य भरा शरीर की
निद्रालस या आंखें मूंद कर उस बीज अपने गर्भपात्र से भारत के खेतों में तितली के समान फूलने के लिए तैयार है. ഇവിടെ പറയാണ്, എന്താ പറയുന്നത്, നട്ടുച്ച വെയിലത്ത്, ആ പൊള്ളുന്ന വെയിലത്ത് ആലസ്യം നിറഞ്ഞ ശരീരത്തോടു കൂടി, അതായത് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഉടങ്കിതേക്കി, അതായത് തളർന്നു പാടിയ ശരീരത്തോടു കൂടി, നല്ല വെയിലാണ്, ആ ശരീരത്തോടുകൂടി കണ്ണുകൾ അടച്ചുകൊണ്ട് ഉസ് ബീജ് അപ്പനെ ഗർഭപാത്രസേ, ആ ബീജം, ആ വിത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഭാരത് കെ ഖേത്തോമേ, നമ്മുടെ ഭാരതത്തിൻ്റെ പാടങ്ങളിലെ കൃഷിസ്ഥലങ്ങളിലെ എന്തിനെപ്പോലെ, തിത്ലിക്ക് സമാൻ, ഒരു പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കാനായിട്ട്, അത് പൂക്കാനായിട്ട്, അത് മുളച്ചു വന്ന് അത് പൂമ്പാറ്റയെ പോലെ പാറിപ്പറന്ന് നടക്കുന്നത് പോലെ ആവാനായിട്ട് അവിടെ തയ്യാർ ഹേ യാ ഉത്സുക് ഹേ, അതിനു വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ വിത്ത് ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്. വിത്തിനെ കൃഷിസ്ഥലങ്ങളിൽ, ഭാരതത്തിൻ്റെ കൃഷിസ്ഥലങ്ങളിൽ വിതച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗർഭപാത്രം, അതല്ലെങ്കിൽ അതിൻ്റെ തൊണ്ട് പൊട്ടിച്ച് അത് പുറത്തു വരാനായിട്ട് തയ്യാറായിട്ടാണ് ആ വിത്തുകളിരിക്കുന്നത്. എങ്ങനെയാണോ ഈ പൂമ്പാറ്റകൾ പാറിപ്പറന്ന് നടക്കുന്നത്, അതുപോലെ ഈ വിത്ത് അതിൻ്റെ തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്? ഭാരത് കെ അന്നകോശ് കോ ഭർനെ കെ ലിയേ. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, വേ ബീജ് അനന്യ അന്നോം കെ ഏകൽ ബീജ്. ये तितली की विशेषता ये है, पीली तितलियाँ खेतों में मंडराते थे, भ्रमण करते थे. उसी तरह ये बीज भी तितलियों की तरह फूलने के लिए तैयार है, उगने के लिए तैयार है. മുളച്ചു വരാനായിട്ട്, ഇത് പുഷ്പിക്കാനായിട്ട് അത് തയ്യാറായിരിക്കുകയാണ്. ഭാരത് എന്തിനു വേണ്ടിയാ? ഭാരത് കെ അന്നകോശ് കോ ഭർനെ കെ ലിയേ, നമ്മുടെ ഭാരതത്തിൻ്റെ ഭക്ഷ്യശേഖരത്തെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പാരമ്പരിക ബീജ് കിസാനം കെ ദ്വാര സംഗ്രഹീതത, പാരമ്പര്യമായിട്ട് വിതച്ചുകൊണ്ടിരുന്ന വിത്തുകൾ കൃഷിക്കാർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് മുള പൊട്ടി അത് പൂമ്പാറ്റയെ പോലെ പാറിപ്പറക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാരത് കെ അന്നകോശ് കോ സമൃദ്ധ കർണേകയിലെയാ ഭർണേകയിലെ, ഭാരതത്തിൻ്റെ ഭക്ഷ്യശേഖരത്തെ നിറയ്ക്കാനായിട്ട്, സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഈ വിത്തുകൾ കൃഷിക്കാർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഐസേ ബീജോം കാ ലക്ഷ്യ യഹേ, ഇങ്ങനെയുള്ള വിത്തുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് എന്താണ്, അപ്പനെ പര്യാവരണക്ക് അനുകൂൽ ഉഗ്കാർ അന്ന സമൃദ്ധി പ്രദാൻ കർണ ഹീത, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വളർന്ന് മുളച്ച് വന്ന് അത് അന്നസമൃദ്ധി പ്രദാൻ കർണ ഹീത, അതായത് നമ്മുടെ ഭക്ഷ്യസമൃദ്ധി പ്രദാനം ചെയ്യുക എന്ന് തന്നെയായിരുന്നു ആ വിത്തുകളിലെ ലക്ഷ്യം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കർഷകർ അതിനെ എന്താണ് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. വേ ബീജ് അനന്യ അന്നോം കെ ഏകൽ ബീജ് अनादि जीवन परंपरा के अंतिम वंशज, भारत भूमि के अन्नमय कोश के मधुमय प्राण तितलियों की तरह ही मार दिए गए. मरी पूर्वी तितलियों की तरह ही नायाब नमूनों की तरह जतन से समझो रखे गए है वे. എന്താ പറയുന്നത്? വേ ബീജ്, ആ വിത്ത് എന്ന് പറയുന്നത് എന്താണ്? അനന്യ അന്നം കെ ഏകൽ ബീജ് ഹേ. അനന്യ എന്ന് പറഞ്ഞാൽ എവിടെയും കിട്ടാത്ത, മറ്റെവിടെയും കിട്ടാത്ത, ലഭ്യമാവാത്ത. അന്നോം കി ഏകൽ ബീജ് ഹേ, അന്നത്തിൻ്റെ ഏകൽ എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മാത്രം കൃഷി ചെയ്യുന്ന ഏകൽ ബീജ്, ഒരേയൊരു വിത്ത്. അപ്പോൾ ഈ വിത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത്? അനന്യ അന്നോം കെ ഏകൽ ബീജ് ഹേ യേ ബീജ്, അതായത് എവിടെയും കിട്ടാത്ത, നമ്മുടെ ഭക്ഷ്യശേഖരത്തിന് വേണ്ടിയിട്ട് ഒറ്റത്തവണ മാത്രം കൃഷി ചെയ്യുന്ന വിത്തായിട്ടാണ് പറയുന്നത്. അനാദി ജീവൻ പരമ്പരാക്കെ അന്തിം വംശജ് ഹേ, അനാദികാൽ സേ, കാലാതീതമായിട്ട്, അപ്പം ജീവൻ പരമ്പരാക്കെ അന്തിം ബീജ് ഹേ, ആ ജീവിത പരമ്പരയിലെ അവസാനത്തെ വിത്താണെന്നാണ് പറയുന്നത്. ബാക്കി വിത്തുകളെല്ലാം നശിച്ചു പോയി. ആ കാലാതീതമായിട്ട് ആ ജീവിത പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പരമ്പരയിലെ
അന്തിം വംശജ് ഹേ, അന്തിം ബീജ് ഹേ, അവസാനത്തെ വിത്താന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഭാരത ഭൂമിക്ക് അന്നമൈ കോശ് കെ മധുമൈ പ്രാൺ ഹേ, ഏ ബീജ്, ഏ എഗൽ ബീജ് എന്താന്ന് പറയുന്നത്? ഭാരത് കെ, നമ്മുടെ ഭാരതത്തിൻ്റെ, ഭാരതഭൂമിയുടെ അന്നമൈ കോശ് കി, അന്നമൈ കോശ് എന്ന ഭക്ഷ്യശേഖരത്തിൻ്റെ, മധുമൈ പ്രാൺ ഹേ, മധുരമായിട്ടുള്ള പ്രാണനാണ്. നമ്മുടെ അന്നകോശത്തിൻ്റെ, നമ്മുടെ ഭക്ഷ്യശേഖരത്തിൻ്റെ വളരെ തേൻ പോലെ മധുരമേറിയ പ്രാണനാണ് ആ വിത്തുകൾ, ആ ജീവനാണ് ആ വിത്തുകൾ. ഏ തിത്ലിയോം കി തരഹി മാർ ദിയേഗേ, എന്താ പറയുന്നത്? ഏ തിത്ലിയോം കി തര മാർ ദിയേഗേ, ഇത് പൂമ്പാറ്റകളെപ്പോലെ കൊല്ലപ്പെടുകയാണിത്. ആ വംശത്തിലെ, ആ ജീവിത പരമ്പരയിലെ അവസാനത്തെ വിത്താണ്. അതിനെയാണ് നമ്മൾ കൃഷിക്കാർ പാരമ്പര്യമായിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നത്. അത് മധുമൈ പ്രാണെന്ന് പറയുന്നു. നമ്മുടെ ഭക്ഷ്യശേഖരത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതഭൂമിയുടെ തന്നെ മധുരമായിട്ടുള്ള പ്രാണനാണ്. ആ പ്രാണൻ, ആ വിത്തുകൾ യഹാം തിത്ലിയും കി തര മാറിയേകയെ, ഈ പൂമ്പാറ്റകളെപ്പോലെ അതവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. മരി പൂർബി തിത്ലിയും കി തരഹി, അതായത് കിഴക്കുന്ന് വരുന്ന പൂമ്പാറ്റകളെപ്പോലെ ഏ മാർദിയകയെ, അത് കൊല്ലപ്പെടുന്നു. ഈ വിത്തുകളെല്ലാം അപ്രാപ്യ വംശ ഹോ ജാനേവാലാഹേ, അതായത് നമുക്ക് കിട്ടാൻ പറ്റാത്ത, ഇവിടെ പറയുന്നുണ്ട് നായാബ് നമൂനോം കി തര, നമൂന എന്ന് പറഞ്ഞാൽ സാമ്പിള്, നായാബ് എന്ന് പറഞ്ഞാൽ അപ്രാപ്യ, നമുക്ക് ലഭ്യമല്ലാത്ത, നമുക്ക് കിട്ടാത്ത സാമ്പിളാന്ന് പറയുന്നത്. അതുപോലെ ജതൻ സേ സംചോ രഖേ ഗയേ ഹേ, സംചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ട് ചെയ്യുക, ജതൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു. വേ ബീജ്, ഇപ്പോൾ കൃഷിക്കാർ ഈ അപ്രാപ്യൻ നമൂനം കി തര ജതൻ സേ ഏ ബീജ് കോ സംചോ രഖേ ഗയേ ഹേ, ഈ വിത്തിനെ, അതായത് നമുക്ക് അപ്രാപ്യമാണ്, ആ വംശം നമുക്ക് കിട്ടാനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐസി വിചാരം സേ ഏ കിസാൻ വ സംഗ്രഹീത്, ഈ കൃഷിക്കാരത് ഇനി കിട്ടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് സ്കാ ജതൻ സേ ഏ ബീജോं को किसानों ने संग्रहित है, क्योंकि पश्चिम से आने वाला एवज बीज भारत के खेतों में पलते हैं. ഇവിടെ പറയുന്നുണ്ട്, നമ്മളിനി പറയുന്നതാണ്. വഹാ സുദൂർ പശ്ചിം കെ ജീൻ ബാങ്ക് മേ ബീജ് സംഗ്രഹാലയ മേ സുദൂർ പശ്ചിം ജോ ഉത്തന ദൂർ ബി നഹി ഹേ. അപ്പോൾ നമ്മുടെ പൂമ്പാറ്റകളെപ്പോലെ ഈ വിത്തുകളെല്ലാം അവിടെ നശിപ്പിക്കപ്പെടുന്ന, ഇല്ലാതെയാവുന്നു. ഇവിടെ എന്തിനെ പറയുന്നത്? നമുക്ക് കിട്ടാനില്ലാത്ത വംശത്തിൽപ്പെട്ട വിത്താണ്. അതിനെ കൃഷിക്കാർ കളക്ട് ചെയ്ത് വയ്ക്കുന്നു. പക്ഷേ പടിഞ്ഞാറുനിന്ന് വരുന്ന സുദൂർ പശ്ചിം കെ, വളരെ ദൂരത്തുള്ള, അതായത് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്ന ജീൻ ബാങ്കുകളുണ്ട്, ബീജ് സംഗ്രഹാലയമേ, വിത്ത് സംഭരണ കേന്ദ്രങ്ങളുണ്ട്. ബീജ് സംഗ്രഹാലയം, വിത്ത് സംഭരണ കേന്ദ്രം, ജീൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞതാണ് സംഭരണ കേന്ദ്രം. അതുപോലെ തന്നെ സുദൂർ പശ്ചിം ജോ ഉത്തന ബി ദൂർ ബി നഹി ഹേ, വളരെ അകലം എന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ദൂരത്തൊന്നല്ല. ബസ് ഉത്തന ഹി ജിത്തന നിവാലെ സേ മുഹ് സുദൂർ പശ്ചിം ജോ പുരാതൻ മായാവി സ്വർഗ കാഹേ അധൂനാഥൻ പ്രതിരൂപ്. എന്താ പറയുന്നത്? ये पश्चिम से आने वाले एवज बीज भारत के खेतों में पलते हैं, फूलते हैं, इसलिए हमारे बीज का सत्यानाश अवश्य ही कवि यहाँ महसूस करता है. ഇവിടെ പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ, അതായത് നമ്മുടെ ആ വിത്തുകൾക്ക് അവിടെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ജീൻ ബാങ്കുകളിൽ നിന്ന്, അതുപോലെ വിത്ത് സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിത്തുകൾ ഉപയോഗിച്ച് ഉത്തരാഹി ജിത്തന നിവാലേസെ നിവാലേസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽ കൊള്ളുന്ന ഒരു ഉരുള, അതായത് വളരെ പുരാതനമായിട്ട് നമ്മൾ പറയുന്നു മായാസ്വർഗത്തിലായതുപോലെയാണ് പടിഞ്ഞാറുനിന്ന് വരുന്ന വിത്തുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. യഹ് അധൂനാഥൻ പ്രതിരൂപ്, ആജ്കൽ കാ പ്രതിരൂപ് ഹേ എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.